ഡ്രൈ ഡേയോടനുബന്ധിച്ച് അനധികൃത മദ്യവിൽപ്പന നടത്തി വന്നയാളെ വണ്ടിപ്പെരിയാർ എക്സൈസ് സംഘം പിടികൂടി. രാവിലെ വ്യാപാര സ്ഥാപനത്തിൽ മദ്യവിൽപ്പന നടത്തുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 71-കാരൻ കണ്ണൻ എന്നയാളെ പിടികൂടിയത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഓണക്കാലത്തിന് മുന്നോടിയായി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് അനധികൃത മദ്യവിൽപ്പന, ഇതോടൊപ്പം ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപക ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി പരിശോധനകൾ ശക്തമാക്കി വരുന്നത്. 1-ാം തീയതി ഡ്രൈ ഡേയോട് അനുബന്ധിച്ച് ഇന്ന് രാവിലെ 7 മണിയോടുകൂടി വണ്ടിപ്പെരിയാർ ചുരക്കളം ആശുപത്രിക്ക് സമീപം വ്യാപാര സ്ഥാപനം നടത്തിവരുന്ന 71 വയസ്സുള്ള കണ്ണൻ എന്നയാൾ അനധികൃതമായി മദ്യവിൽപ്പന നടത്തുന്നു എന്ന എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പിടികൂടി. ഇയാളുടെ വ്യാപാര സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ 13 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടുകയും ചെയ്തു. മദ്യവിൽപ്പന നടത്തിയ 650 രൂപ തൊണ്ടിമുതലും കണ്ടെടുത്തു. തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. രാവിലെ കിട്ടറ ജോലിക്ക് പോകുന്ന ആളുകൾ ഉൾപ്പെടെ ഇവിടെ വന്ന് സ്ഥിരമായി മദ്യം കഴിക്കാറുണ്ട് എന്ന രഹസ്യ വിവരമാണ് ലഭിച്ചത്. വരും ദിവസങ്ങളിലും ഓണം സ്പെഷ്യൽ ഡ്രൈവുമായി ബന്ധപ്പെട്ട് വ്യാപക പരിശോധന നടത്തുകയും ചെയ്യും. വണ്ടിപ്പെരിയാർ എക്സൈസ് ഇൻസ്പെക്ടർ ശ്യാം KS, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സതീഷ് കുമാർ D, പ്രിവന്റീവ് ഓഫീസർ അരുൺ P കൃഷ്ണൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഗോകുൽ കൃഷ്ണൻ, അസീം, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അർഷാന എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.